സ്ഥാപനത്തിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. അപ്പൊ നമുക്കറിയാം ഇവിടെ പോയിട്ട് ടീച്ചിങ് പ്രാക്ടീസ് കഴിഞ്ഞ് വരുന്ന കഴിഞ്ഞ ദിവസം അതിന്റെ റിസൾട്ട് എന്തിന്റെ റിസൾട്ട് ആണ് 3 മാർക്ക് തേർഡ് സെമസ്റ്റർ ആണ്. ഓക്കെ, സോ ടു കൺക്ലൂഡ് ദാറ്റ് എന്താണ് ഇന്റേണൽ പ്രോഗ്രാം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു പ്രോഗ്രാം ആണ് തേർഡ് സെമസ്റ്റർ ഇന്റേൺഷിപ്പ്. അപ്പൊ നിങ്ങൾക്കും ഇനിയും സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. സെക്കൻഡ് സെമസ്റ്റർ കഴിഞ്ഞാൽ തേർഡ് സെമസ്റ്ററിലേക്ക് വയ്ക്കാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പ്രാക്ടീസ് ഓർ ട്രെയിനിങ് അങ്ങനെ പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റും എന്താണ് ഈ ഇതിന്റെ തേർഡ് സെമസ്റ്റർ നമുക്കറിയാം ഇതിന്റെ മാർക്കിന്റെ ഭൂരിഭാഗവും 260 + 100 360 മാർക്കും നമ്മുടെ തേർഡ് സെമസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഫുള്ളി പ്രാക്ടിക്കൽ മാർക്കാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ തേർഡ് സെമസ്റ്ററിന്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ കോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയാം സ്കൂൾ ഇന്റേൺഷിപ്പ് എന്നാണ് പറയുക. വാട്ട് ഇസ് ഇന്റേൺഷിപ്പ്? ഇന്റേൺ മീൻസ് ബേസിക്കലി ഇന്റേൺഷിപ്പ് ട്രെയിനിങ് എന്ന് പറയാം. ഇന്റേൺ എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് ട്രെയിനിങ്. യു ആർ ദ ട്രെയിനീസ് ആണ്. ഓക്കെ, സോ ഇന്റേൺഷിപ്പ് എന്നാണ് അതിന്റെ പറയാം. അതിന്റെ മാർക്ക് എന്ന് പറയുന്നത് 260 മാർക്കാണ് സ്കൂൾ ഇന്റേൺഷിപ്പിൽ പറയുന്നത്. അപ്പൊ നമുക്കറിയാം ബിഎഡ് ഒരു പ്രൊഫഷണൽ കോഴ്സ് ആയതുകൊണ്ട് തന്നെ ബിഎഡ് എന്ന് പറയുന്നത് എന്താണ് ബിഎഡിന്റെ കോഴ്സിൽ ഈ പ്രാക്ടിക്കൽ വർക്ക് ഉണ്ട്. അതിന്റെ ഒബ്ജക്ട് എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഈ ഒരു തേർഡ് സെമസ്റ്ററിൽ എന്താ പറയാ നമുക്ക് 1 ഇയർ ബിഎഡ് ആയിരുന്നു അല്ലെ? അത് ഞങ്ങൾക്ക് ബിഎഡ് 1 ഇയർ ആയിരുന്നു. ആ സമയത്ത് ഒരു 1 മന്ത് മാത്രമായിരുന്നു ടീച്ചിങ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. ദിവസം പഠിപ്പിക്കുന്നതിന്റെ മിസ്റ്റേക്സ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇംപ്രൂവ്മെന്റ്സ് വേണ്ടതെന്ന് നിങ്ങൾ സ്വയം തിരിച്ചറിയാൻ ഓരോ ക്ലാസ്സും കഴിയുമ്പോൾ അവസാനം എന്താകുമ്പോൾ നിങ്ങളത് തിരിച്ചറിഞ്ഞ് ക്ലാസ് ഏറ്റവും കൂടുതൽ ഇംപ്രൂവ് ആക്കാൻ വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ടീച്ചിങ് പ്രാക്ടീസ് ആണ്. ആസ് ചിൽഡ്രൻസ് ലേണിംഗ് ബിയോണ്ട് അക്കാദമിക് ആക്ടിവിറ്റീസിന് പുറമെ ഇവർക്ക് എന്തൊക്കെ ആക്ടിവിറ്റീസ് കൊടുക്കാൻ പറ്റും അതൊക്കെ പ്ലാൻ ചെയ്യുന്നതും അവിടെയാണ്. ഡെവലപ്പ് പ്രൊഫഷണൽ വാല്യൂസ് ആൻഡ് ആറ്റിറ്റ്യൂഡ് പ്രൊഫഷണൽ വാല്യൂസ് ആറ്റിറ്റ്യൂഡ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിലാണെന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ പർപ്പസ് ഓഫ് ഇന്റേൺഷിപ്പ് പ്രോഗ്രാം ഇസ് ടു പ്രൊവൈഡ് സ്റ്റുഡന്റ് ഇൻ ദ ഓപ്പർച്യൂണിറ്റി ടു അണ്ടർകം മീനിങ്ഫുൾ എക്സ്പീരിയൻസ്. ഒരു മീനിങ്ഫുൾ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടാനാണ് ഈ തേർഡ് സെമസ്റ്റർ ടീച്ചിങ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതൊരു റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കൺസേൺ സ്കൂൾ ആൻഡ് നമ്മുടെ കോളേജും അവരുടെ നമ്മുടെ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അതിലൂടെയാണ് ഒരു എന്താ പറയാ ഒരു പാർട്ണർഷിപ്പിലൂടെയാണ് ഈ സംഭവം കണ്ടക്ട് ചെയ്യുന്നത്. ഫംഗ്ഷൻ റെഗുലർ ടീച്ചർ അതൊരു സ്കൂളിൽ നിങ്ങൾ ഒരു റെഗുലർ ടീച്ചർ എങ്ങനെയാണോ അതിലുള്ള എല്ലാ ആക്ടിവിറ്റീസും നിങ്ങൾ എൻഗേജ് ചെയ്തിട്ടാണ് അവിടെ നിന്ന് ടീച്ചിങ് എക്സ്പീരിയൻസ് കഴിഞ്ഞ് വരുന്നത് എന്നുകൂടി പ്രത്യേകത ടീച്ചിങ് പ്രാക്ടീസിന് ഉണ്ട്.